യേശു വളർന്ന സ്ഥലം മുതൽ ബേർഷേബ വരെയുള്ള ചരിത്ര റോഡ് ബൈബിൾ ഹൈവേ ആയി പ്രഖ്യാപിച്ച് ഇസ്രായേൽ. യെരുശലേം ബൈബിൾ ചരിത്രത്തിൽ 4000 വർഷത്തിലേറെയായി നിൽക്കുന്ന ഒരു പുരാതന ഇടനാഴിക്ക് ബൈബിൾ ഹൈവേ എന്നു നാമകരണം ചെയ്ത് ഇസ്രായേൽ സന്ദർശകരെയും ബൈബിൾ പ്രേമികളെയും ലക്ഷ്യമിട്ട് യേശു വളർന്ന സ്ഥലമായ നസറേത്ത് മുതൽ ഹാഗാർ ഉഴന്നു നടന്ന ബേർഷേബ വരെയുള്ള 235 കിലോമീറ്റർ 146 മൈൽ ദൂരമുള്ള നിലവിൽ റൂട്ട് 60 എന്ന ഹൈവേക്കാണ് ബൈബിൾ ഹൈവേ എന്ന് നാമകരണം ചെയ്തത്. ഇതു സംബന്ധിച്ച് ഇസ്രായേൽ സർക്കാർ ചൊവ്വാഴ്ച അംഗീകാരം നൽകി. ബൈബിളിനെക്കുറിച്ചുള്ള ശരിയായ ധാരണ യഹൂദവിരുദ്ധത എന്ന വൈറസിനെതിരെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആളുകളെ സഹായിക്കുമെന്നാണ് യെരുശലേമിലെ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ എംബസിയുടെ സീനിയർ വൈസ് പ്രസിഡന്റും വക്താവുമായ ഡേവിഡ് പാർസൺസ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ബൈബിൾ ഹൈവേ കൂടുതൽ ഗതാഗത സൗകര്യത്തിനായി ഇരട്ടിയാക്കാനുള്ള നടപടിയും ആരംഭിച്ചു. റോഡ് സുരക്ഷാ മന്ത്രി വ്യാഴാഴ്ച ഇത് ഉദ്ഘാടനം ചെയ്തു. 2029 രണ്ടാം പാദത്തിൽ ഹൈവേ പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. ഹൈവേ ബൈബിൾ ചരിത്ര പ്രാധാന്യമുള്ള പ്രധാന സ്ഥലങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് എന്നതാണ് പ്രത്യേകത. ഹെബ്രോൻ, മക്പെല ഗുഹ, ബേത്ലഹേം, മോറിയ മല, യെരുശലേം, ബേത് എലീം, ഷീലോം, ഷേഖേം, താബോർ പർവ്വതം, മെഗിദ്ദോ, നസറേത്ത് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബൈബിൾ ചരിത്രത്തിൽ 4000 വർഷത്തിലേറെയായി നിൽക്കുന്ന ഒരു പുരാതന ഇടനാഴിക്ക് ബൈബിൾ ഹൈവേ എന്നു നാമകരണം ചെയ്ത് ഇസ്രായേൽ സന്ദർശകരെയും ബൈബിൾ പ്രേമികളെയും ലക്ഷ്യമിട്ട് യേശു വളർന്ന സ്ഥലമായ നസറേത്ത് മുതൽ ഹാഗാർ ഉഴന്നു നടന്ന ബേർഷേബ വരെയുള്ള 235 കിലോമീറ്റർ 146 മൈൽ ദൂരമുള്ള നിലവിൽ റൂട്ട് 60 എന്ന ഹൈവേക്കാണ് ബൈബിൾ ഹൈവേ എന്ന് നാമകരണം ചെയ്തത്. ഇതു സംബന്ധിച്ച് ഇസ്രായേൽ സർക്കാർ ചൊവ്വാഴ്ച അംഗീകാരം നൽകി. ബൈബിളിനെക്കുറിച്ചുള്ള ശരിയായ ധാരണ യഹൂദവിരുദ്ധത എന്ന വൈറസിനെതിരെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ആളുകളെ സഹായിക്കുമെന്നാണ് യെരുശലേമിലെ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ എംബസിയുടെ സീനിയർ വൈസ് പ്രസിഡന്റും വക്താവുമായ ഡേവിഡ് പാർസൺസ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ബൈബിൾ ഹൈവേ കൂടുതൽ ഗതാഗത സൗകര്യത്തിനായി ഇരട്ടിയാക്കാനുള്ള നടപടിയും ആരംഭിച്ചു. റോഡ് സുരക്ഷാ മന്ത്രി വ്യാഴാഴ്ച ഇത് ഉദ്ഘാടനം ചെയ്തു. 2029 രണ്ടാം പാദത്തിൽ ഹൈവേ പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. ഹൈവേ ബൈബിൾ ചരിത്ര പ്രാധാന്യമുള്ള പ്രധാന സ്ഥലങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് എന്നതാണ് പ്രത്യേകത. ഹെബ്രോൻ, മക്പെല ഗുഹ, ബേത്ലഹേം, മോറിയ മല, യെരുശലേം, ബേത് എലീം, ഷീലോം, ഷേഖേം, താബോർ പർവ്വതം, മെഗിദ്ദോ, നസറേത്ത് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു.